സ്തുതി കൊണ്ടു നിന്നടി തൊഴും കരുണൈതാ തമിഴ് തൊടുക്കിൻ്റെ വെകുവിത്തൈതാ യാഹൂ മലിൻപങ്ങൾ താം നല്ല സുഖശീകരണ പെരുമൈതായാഹൂ പതികൊണ്ടു പുത്രമിത്രക്കളത്രാദികൾ പരന്തുതാൻ വന്തവരലാം യാഹൂ പശിയാമലൈപ്പൊഴുതു രുചിയോടു മന്നം പടക്കിന്റെ കനക പൗസുത തുതി കൊണ്ടു മതധാരിത കുതികനവേ വരു കുഞ്ചര ശ്രീ മുഖവനെ യാഹോ കമ്പക്കടകരി മുഖവാഗണപതി കക്കാഗംഗ ചന്തത്തിനകിന് കൊമ്പെട്ടുളറിയ ചച്ചാഞ്ചഞ്ഞ അരിയോടവിൽ പൊരിയപ്പം തരുവേണ്ടണ്ണ തന്നിട്ടടി മലർ വെച്ചിത തൊഴുതേൻ തത്താതന്ന പക്ഷം പലകനി പത്തും തരുവേൻ പപ്പാബമ്പമ്മ എതിരോടു മറുകിയ ഉദവിയ ഗണപതി കരലാ വസസ സഹളാക്ഷ യാഹോ ഹരിഹരി ഗോവിന്ദ 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 വന്തവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്വസ്ത്രം ചെയ്തു കൊള്ളുവോം മോക്ഷിക വാഹന മോദഹസ്തം ചാമര കണ്ണ വിളമ്പിയ സൂത്രം വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായകർ പാദ നമസ്തേ ഇന്നും മുന്നേ തേവർകൾ മുറയിട്ടേവരും മോഷിയ വാഹനനേ മുക്ക ഗണപതി ചക്കിട്ടേവരും മുത്തിക്കൊരു മുതലേ കണ്ടക്കാലിലണിന്ത ചെലമ്പു ചന്ദിരവെന്തിടവേ സംഘത്തേറിയിരുന്നിട്ടേ തമിഴോദിയ ഷൺമുഖനേ അണ്ടത്തേവർകൾ വന്തി കൈതൊഴുമരുതിയ മരുകോനെ അരനാളരുളിയ ഉമയാൾ തിരുമകളാന ഷൺമുഖനേ മോഷിയ വാഹന മോദകഹസ്തം ചാമര കർണ വിളമ്പിയ സൂത്രം വാമന രൂപ മഹേശ്വര പുത്ര വിഘ്നവിനായകർ പാദ നമസ്തേ ശ്രീ മഹാഗണപതി ഗണപതിക്ക് ശ്രീപാദം നമസ്കാരം. അതിനാൽ ഇന്നും ഇളയ പെരുമാളെ സ്വസ്ത്രം ചെയ്തു കൊള്ളുവോം ഏറുമയിലേറുവിളയാട് മുഖമുണ്ട് ഈശ്വരുടു ജ്ഞാനമൊഴി പേശുമുഖമുണ്ട് ഓറുമടിയാറുകൾ പിന്നെ തവർത്ത മുഖമുണ്ട് കുണ്ടറുകൾ വേൽ തൊട്ടെറിന്ത മുഖമുണ്ട് ആറുപൊടി സൂരരെ വാദത്ത മുഖമുണ്ട് കള്ളിയ മൗണമ്പുണര വൈത്ത മുഖമുണ്ട് ആറുമുഖ മാനപ്പടി നീയരുളൽ വേണ്ടും കോഴിക്കൊടിയുടയോൻ ദേവർ സേനാപതി മൈലേറും പെരുമാൾ ശിവ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമസ്കാരം കാമാക്ഷിയമ്മൻ കാമാക്ഷി അമ്മനക്ക് നമസ്കാരം ഇന്നും നാളേക്ക് കമ്പനാടകം തന്ന് നമ്മെ രക്ഷിക്കപ്പെട്ടതായി നമ്മുടെ മാതാവുണ്ട് ആര്യങ്കാവിൽ ഭഗവതി ഭഗവതിക്ക് നമസ്കാരം കത്തൂർക്കാവിൽ ഭഗവതി ഭഗവതിക്ക് നമസ്കാരം സകലമാന ദൈവീശ ഗണങ്ങൾക്കും ഒൻറാക വണങ്ങിക്കൊള്ളുവോ ഇനിമേൽ നാമുള്ളവൻ്റെ ഹരിയോം നമ എങ്കുരു അക്ഷരത്തെ നമ്മൾക്ക് ഉപദേശം ചെയ്തു തരാൻ എൻ്റെ ഗുരുവക്കും ഗുരുവാനവരുണ്ട് ചിന്നത്തമ്പിപ്പുലവർ തമ്പിപ്പുലവരൊക്കെ ശ്രീപാദം നമസ്കാരം ഇളപ്പുലവർ ശ്രീപാദം നമസ്കാരം മുത്തപ്പുലവർ ശ്രീപാദം നമസ്കാരം ലക്ഷ്മണപ്പുലവർ ശ്രീപാദം നമസ്കാരം നമ്മുടെ പിതാവും ഗുരുവുമാകിയ ശ്രീകൃഷ്ണൻകുട്ടി പുലവർ ശ്രീപാദം നമസ്കാരം അവർ പെരുമയ്യപ്പടിയൻ്റാൽ കമ്പരാമായണം പാവക്കൂത്താക്കിന ചിന്നത്തമ്പിപ്പുലവരിൻ ഗോത്രത്തിൽ വന്തുദിത്ത ജ്യോതിർ സ്വരൂപം പമ്പരായുള്ളോരും കൊമ്പുകുത്തിനോർ കൻപാർന്തോരമൃതമൊഴിയും വാണീ വൈഭവമുടയ വാക്ചാതുര്യവും ഇമ്പമുടയ ദേശവിദേശമാകിയ ലോകമെങ്കും രാമർകഥൈ പാടി പ്രസിദ്ധമാക്കിയോരർക്കബിംബം അൻപൊടും വിശാല ഹൃദയത്തോടും സജ്ജനർ പുകഴ്പെറ്റ് പൂനത്തറ ലക്ഷ്മണ പുലവർ മൈന്ദൻ കൃഷ്ണൻകുട്ടി പുലവരെ പോലുമുണ്ടോ ഇന്ദധരണിയിൽ പേർപ്പെട്ടതാണ് ശ്രീകൃഷ്ണൻകുട്ടി പുലവർ കൃഷ്ണൻകുട്ടി പുലവരൊക്കെ ശ്രീപാദം നമസ്കാരം നമ്മൾ തെരുന്തും തിരിയാമലും കേട്ടും കേളാമലും അനേക ഗുരുഭൂതന്മാർകളല്ലവാകിറത് യാതുപേറുകൾക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. ഹരിഹരി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.
മനസ്സേ ഞാനൊരു ഭൂദേവിയാകിലും இந்த உலகத்தில் என்றால் துஷ்டகோடிகளான ராவணாதிராட்சன்மார்களுடைய உபதிரவம் சகிக்க முடியாது. ஆகையினால் இந்த உபதிரவம் தீரத்தக்கதாக இவ்விடத்திலே இருந்து ஒரு பசுரூபமானதையும் எடுத்த சொர்க்கலோகத்தில் தேவேந்திரத்தில் போய் சங்கடம் உணர்த்தி கொள்ளுவேன் மனசி. அபயம் 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 இந்திர மகராஜனே. അതേത് ഭൂമി ദേവി. അയ്യോ ഇന്ദ്ര മഹാരാജനെ ദുഷ്ടകോടികളാன ராவணாதிராட்சன்மார்களுடைய உபதிரவம் சகிக்க முடியாது. ஆகையினால் அவர்களை நிகிரகம் செய்து அடியேங்களுடைய சங்கடத்தை தீர்த்து தர வேண்டுமே ഇന്ദ്ര മഹാരാജൻ. വരായ് ഭൂമി ദേവിയെ, ഉന്നെ പോലെ രാവണാതിരാസന്മാരുടെ ഉപദ്രവം സഹിക്ക ഒണ്ണാമൽ നാങ്കളും ഇരിക്കാൻ്റെ സന്ദർഭമാകിലും അപ്പോതാകിലും ഉന്നടെ വരവെ കണ്ടുപോനത്. ஆனால் നമ്മൾക്ക് എല്ലാ പേരുകൾക്കും ഏകീകരിത്ത് സൃഷ്ടികർത്താവാന ബ്രഹ്മദേവരുടെ പൂർവ്വഭാഗത്തിൽ ചെന്ന് സങ്കടമുണർത്തലാമല്ലയോ ഭൂമി ദേവിയെ. ചെയ്തു കൊള്ളുവോ ഇന്ദ്ര മഹാരാജൻ. ஆனால் 33 കോടി ദേവന്മാർകൾ 48,000 കോടി ഋഷീശ്വരാദികൾ സിദ്ധവിദ്വാദന്മാർകൾ കിന്നരർ കിമ്പൂരടർ இப்படி சகலமான பேர்களும் ஏகீகரித்து ബ്രഹ്മദേവരിടത്തിൽ പോയിക്കൊള്ളലാ ഭൂമി ദേവിയെ. പോയിക്കൊള്ളുവോം ഇന്ദ്ര മഹാരാജൻ. ശരണമേ ശരണം ബ്രഹ്മദേവരേ. ഇന്ദ്രാദിദേവർകളെ, நாங்கள் ராவணாதிராசன்மார்களுடைய உபதிரவம் சகிக்க ஒண்ணாமல் வரக்கூடின பேர்களாகிலும் தேவரியல்லவா அவருக்கு வரபலங்களை கொடுத்து അനുഗ്രഹത്തെ ചെയ്തു പോനത്. എങ്ങളുടെ സങ്കടത്തെ തീർത്തു തര വേണമേ ബ്രഹ്മദേവരേ. இந்திராதிதேவர்களே வாராய் பூதேவி. உங்களுக்கு உபதிரவத்தை செய்யக்கூடதான இந்த ராவணாதிராட்சன்மார்கள் என்றால் என்னுடைய உற்பத்தியில் பெற்றவர்களாகிலும் ஆகையினால் அவர்கள் என்னை குறிச்சு அநேகம் தபசானதையும் செய்த அநேக வரபலங்களையும் வராயுதங்களையும் நான் கொடுத்து போன ஒருவனாகிலும் அப்பேற்பட்டதான என்னுடைய சிருஷ்டியில் உள்பட்டவர்களை நான் நிகிரகம் செய்யுமாயிருந்தால் அது என்னால் சாத்தியமல்ல. ஆனால் உங்களுக்கு இப்போது சங்கடம் தீர வேணுமாயிருந்தால் அந்த கைலாசவாசனாயிருக்கிற சம்ஹார ரூர்த்தியாய் விளங்க கூடின ஒருவராகிலும் பரமேஸ்வர சுவாமியானவர். அந்த பரமேஸ்வர சுவாமி இடத்தில் நீங்கள் சங்கடத்தை உணர்த்துமாயிருந்தால் உங்களுடைய சங்கட நிவர்த்தி தீரும். கேட்டீரோ தேவர்களே? தேவரீரும் எங்களோடு கூடி எழுந்தருள வேணுமே பிரம்மதேவா. ஆனால் உங்களோடு கூடி நானும் இதோ வந்து கொள்வீன் தேவர்களே. சகலமான பேர்களுக்கும் கைலாச பர்வதத்துக்கு அதிவேகம் பிரயாணம் செய்து கொள்ளலாம் வீரர்களே. നടോ നടോ നട അംബര വിശ്വംബര ആനന്ദ സ്വരൂപ പരമശിവരേ. സ്വാമി നീരപ്പേർപ്പെട്ടവരെന്നാൽ കാലാന്താകാനേ ശരണം ശരണം കാമാന്തകനേ ശരണം ശരണം ശൂലായുധനേ ശരണം ശരണം തോലാം തൂകിലേ ശരണം ശരണം മാലും തോഴുവായ് ശരണം ശരണം വാസുകി ആണിയായ് ശരണം ശരണം അലത്തയോ മുണ്ടാരനേ ശരണം അമരർക്കിറയി ശരണം ശരണം അംബര വിശ്വംബര ആനന്ദ സ്വരൂപ പരമശിവരേ. സ്വാമി ഇന്നും നീരപ്പേർപ്പെട്ടവരെന്താ
ശങ്കര നമ ശംഭുവേ നമ ചന്ദിരക്കലൈ മൗലിയേ തുങ്കമ്മ മഴുവാളനെ നമ തൂയ യോഗിയനേ നമ പങ്കയാസനാദിയെ മുതൽ പാരുളോകൾ പണിന്തിടം ഗംഗയിൻ മണവാളനെ നമ കാളകണ്ഠ നമോ നമ അഭയമഭയമഭയമാർത്തോകം മനാദോകം മനന്യ ശരണോകം രക്ഷരക്ഷീതി പരമശിവരി അതോ വരായ് ബ്രഹ്മദേവരെ വരായ് ഭൂദേവി വരായ് 33 ദേവர்களே நீங்கள் எல்லா பேர்களும் ஏகோருமிச்சு என்னுடைய பாதாரவிந்தத்தில் வந்து என்ன பல ஸ்துதீர்த்தங்களையும் செய்து போன ஒருவராகிலும் அப்படி நீங்கள் எல்லா பேர்களையும் என் சமீபத்தில் வந்து பெரிதான சங்கடத்தை உணர்த்தத்தக்கதாக காரணம் என்ன ஏதொரு சரீரியாகிலும் உங்களுக்கு உபதிரவத்தை செய்கிறவர்கள் என்று சொன்னால் குற்றமில்லையே பிரம்மதேவரே சரணம் പരമശിവരി നിങ്ങളുടെ സങ്കടത്തിക്ക് കാരണം എന്നല്ലവാ കേട്ടുപോനത് അനാൽ കേളും കേളും അല്ല അനാൽ വണ്ടിൻ പൂയത്തും മാലിയവാൻ മുതലായുള്ള വാളരക്കർ ചെന്തിന്തിരനെ ചേരുവാഴിത്ത് തേവരുലകം കൈക്കൊണ്ടാർ വീരർ തങ്കൂലത്തെ വേറൊടറാതു വിടുതിയേൽ ഇன்றോ നാളെ ഉലകങ്ങളെല്ലാം മഴിപ്പരിവരിன்றி ശരണമേ ശരണം പരമശിവരാ കേളും കേളും എങ്കിലൊക്കെ അവന്റെ രാവണാതിരാർസന്മാരുടെ ഉപദ്രവം സഹിക്കൊണ്ണാമൽ വരക്കുടിനവர்களாகிலும் അതിനാൽ അവരുടെ ഉപദ്രവം തീർക്കാതെ സഹിക്കൊണ്ണാമൽ ചേർന്നതിന്റെ വന്നാലും ശരി ദേവരീതാൻ എങ്കുള്ള സങ്കടത്തിക്ക് നിവാരണത്തെ ചെയ്തു തര വേണമേ പരമശിവരി ബ്രഹ്മദേവരെ കേളും ഒരു മല്ലാർ പൂയത്ത് ചുകേശന്മാരഭിലോദിത്ത എല്ലാ പിഴകൾ ചെയ്താലും ബ്രഹ്മദേവരെ പാരുങ്കൾ പാരുങ്കൾ അന്ത സുകേശന്റെ തോന്റുകളായി പിറക്കപ്പെട്ട പേരുകളാകിലും ഇന്ത രാവണാതിരാക്ഷന്മാർകൾ അനാലന്ത രാവണാതിരാക്ഷന്മാർകൾ എന്നാൽ എന്നെ കുറിച്ച് എത്രയോ പേര് തന്നെ തപസ് ചെയ്ത പോന പേരുകളാകിലും അനന്തരം അവർക്ക് അനേകം വരായുധങ്ങളെയും വരപ്രഭങ്ങളെയും ഞാൻ കൊടുത്തു പോന ഒരുവനാകിലും அப்போது இந்த ராவணாதிராட்சன்மார்கள் என்றால் என்னுடைய பாதபக்தன்மார்கள் என்று தான் சொல்ல வேணும் அப்படி பக்தன்மார்களை நான் நிகிரகிக்குமாயிருந்தால் நீலகண்டன் கரல் கண்டன் பக்தாரிதல்புரன் என்கிற நாமதேயம் என்னை விட்டு விலகி போகும் ஆகையினால் உங்களுடைய சங்கடம் தீர வேணுமாயிருந்தால் பாலாழிவாசனாയി കൈലാസവാസനായി പ്രത്യേകമായി വിളങ്ങக்கூடிയതാണ് സൃഷ്ടിസ്ഥിതി സംഹാരാദികളായിരിക്കുന്ന 3 മുദ്രയെ വഹിച്ചു കൂടിന ഒരുവരായാലും വൈകുണ്ഠവതിയായിരിക്കുന്ന നാരായണസ്വാമിയാണവർ നാരായണസ്വാമി ഇടത്തിൽ പോയി സങ്കടം ഉണർത്തുമായിരുന്നാൽ ഉങ്ങളുടെ സങ്കട നിവർത്തി തീരും കേട്ടീരോ എങ്ങളോട് കൂടി എഴുന്തരുള വേണമേ പരമശിവൻ എല്ലാ പേരുകളും വൈകുണ്ഠത്തിൽ പോകും കാലത്തിൽ ഞാനും അവിടത്തിൽ വന്നു ചേരലാം ബ്രഹ്മദേവരിയാകട്ടെ നമുക്ക് അതിവേഗമാകൊണ്ട് വൈകുണ്ഠത്തേക്ക് പ്രയാണം ചെയ്തു കൊള്ളലാം ദേവർകളെ അപ്പടി ചെയ്തു കൊള്ളുവോം നടനടൂ നടാ നടനടൂ നടാ ഓഹോ പാർവ ചെയ്യും കാലത്തിൽ സനകാദികളാണ് ഭക്തന്മാർകളോ വെന്നാൽ ദിനംതോറും ചെയ്തു വരാനിന്റെ നിത്യമഹോത്സവമായിരിക്കാനിന്റെ ഉത്സവത്തിൽ നമുക്കും പങ്കുചേർന്ന് കൊള്ളലാം ദേവർകളെ നമുക്കും അവരെ സ്തുതിച്ചു കൊള്ളുവോം ബ്രഹ്മദേവരി അച്യുതായ നമഃ അനന്തായ നമഃ ഓ പാരും പാരും ശ്രീമൻ നാരായണ ശരണം പരബ്രഹ്മസ്വരൂപ ശരണം അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായക ശരണം കാരുണ്യവാരാർനിരേ ശരണം ഓ
വാരും വാരും താമാരൈ നയനാവോറ്റി തരിപ്പരം പൊരുളെ പോറ്റി നെമിയം കരത്തായി പോറ്റി നേടുയർക്കുയിരെ പോറ്റി അമരോ മുലകം യാവം പടത്താളി തഴിപ്പായി പോറ്റി അമരോ മുരുവം പൂണ്ട കാർമൂകിൽ വർണ്ണ പോറ്റി അഭയം 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 ആർത്തോഹം മനാതോഹം മനന ശരണോഹം രക്ഷരക്ഷേതി നാരായണ സ്വരൂപ സ്വാമി തേവരിയുടെ വൈഭവത്തെ ആലോചിക്കും കാലത്തിൽ ആഴിയം ശങ്കം ചാപമം വാളം അടൽ പെരും തണ്ടുമി വൈന്ദം ചുഴിയും വന്ന് നിന്റുമൈ കാക്ക ചുവണനും ചുറ്റി നിന്തുലാവ് പഴിമവനന്ദൻ യോഗത്തിലവന്റെ പണങ്ങളായിരം കൊടുകവിഴായിരങ്ങളൊരും ഗണമാക യോഗ നിത്തിര ചെയ്യും മുറവോ ശരണമേ ശരണം നാരായണ സ്വരൂപ തേവരീരോപന്റാൽ മൂടെ പഞ്ചായുധങ്ങളാൻ്റെ ആ ചക്രം ശങ്കേത്യാദികളാണ് ആയുധങ്ങളെ തന്നെ കരങ്ങളിലേ പിടിത്തും കൂടാതെ വടിക്കോവന്റെ സനകാദികളാന ഭക്തന്മാർകൾ ഉമ്മയെ സ്തുതിച്ചും ഗരുഡ ഭഗവാനോവന്റാൽ ആകാശമാർഗമാകൊണ്ട് ചുറ്റി 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 സഞ്ചാരത്തെ ചെയ്തും അതുമല്ലാതെ വടിക്ക് ഭൂമി ദേവി ലക്ഷ്മി ദേവി എൻ്റെ ഉണ്ടാണ് രണ്ട് ഭാര്യമാർകളോവന്റാൽ പാദത്തെയും അതുമല്ല ശിരസ് തലോടത്തക്കതാകൊണ്ടും അന്ത അനന്തനായിരിക്കാൻ എൻ്റെ വാസുകിനുടയെ ഉപരിയിൽ തേവരിൽ മെത്തയാകൊണ്ടല്ലവാ അത് പള്ളി ഉറക്കമാണിത് ചെയ്തു വരികത് അഭയം 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 ആർത്തോഹം മനാതോഹം രക്ഷരക്ഷീ നാരായണ സ്വരൂപ ഇന്ദ്രാതിദേവറുകളെ വാരായ ഭൂദേവി നിങ്ങൾ എന്താൽ 71 ചതുരയുഗം உங்களுக்கு യാതൊരു ആപത്തും സങ്കടവും വരാതെ പേர்களாகிலும் அப்பேற்பட்டதான நீங்கள் எல்லா பேர்களும் സമീപത്തിൽ വന്ന് என்னுடைய யோக നിദ്രയാനത്തെ ഉണർത്തിന ഒരുവരാകിലും ഞാൻ നിദ്രയെ ഉണർന്ന് പാർവയെ ചെയ്യും കാലത്തിൽ ഉങ്ങൾ പെരുതാന സങ്കടത്തിൽ ഉൾപ്പെട്ട പേർകളെ പോലെയാകിലും തോന്റി വരുകരുത് ആകയിനാലെ உங்களுக்கு വരപ്പെട്ടതാണ് സങ്കടം ആരാൽ കൊണ്ടാകിലും പരമാർത്ഥം ഉണർത്തുങ്ങൾ ദേവர்களே അയ്യരു തലയിനോ അരക്കരാൽ വെണ്ണോ മണ്ണോമേ ശരണം ശരണം നാരായണ സ്വരൂപ ദശശിരസോടുകൂടി വിളങ്കാനിന്റെ രാവണൻ എൻ്റെ ഉണ്ടാന ഒരുവനും അവനോട് തമ്പിയാന കുംഭകർണൻ പുത്രമിത്രാദികൾ രാക്ഷസകുലങ്ങൾ മുച്ചൂടും എങ്ങളെ ഉപദ്രവത്തെ ചെയ്തു വരുകളാകിലും ആനതിനാൽ നാങ്കളോ വെന്റാൽ അതായത് ചെക്കിൽ എള്ള പോട്ട തന്മയെ പോലെ നാങ്കൾ മാത്രം പിഴച്ചു വന്നത് പോനത് തേവരിതാൻ എങ്കൊരു സങ്കടത്തെ തീർത്തു തര വേണമേ നാരായണ സ്വരൂപ ഉരൈത്ത വാസകങ്ങൾ കേട്ടേൻ ഉത്തമ ഉലകൈക്കായും അരക്കരൈ അവിയനൂറി രാവണൻ തവത്താൽ പെറ്റ വരത്തയോർ ശിരത്തിനാലെ മാറ്റി മറ്റവനീരൈந்து ശിരത്തിനെ അറുത്തു വീഴ്ത്തി ചിന്ത നോയ് തീർപ്പാനിന്റെ ദേവர்களே நீங்கள் யாதொரு காலத்திலும் சங்கடப்பட வேண்டுமென்றில்லை நீங்கள் சொல்லக்கூடியதான உங்களுடைய துக்கத்தை நான் தெரிந்த ஒருவனாகிலும் എന്തിരുന്നാലും உங்களுடைய துக்கம் തീരത്തക്കதாக ഇതോ എൻ കരത്തിൽ കാരിന്റെ ചക്രായുധം എന്ന് ചൊല്ലാൻ എന്റെ പഞ്ചാശ്രംഗായുധങ്ങളെയും ஆனால் ഒരു പുത്രസന്തതികളാകെ ജനിച്ച് അന്ന് രാവണാദി രാക്ഷന്മാർകളെ സംഹാരം ചെയ്ത് ഉങ്ങളുടെ ദുഃഖത്തെ ഞാൻ തീർത്തു തരുവേൻ കേട്ടീരോ ദേവர்களே പോരും ദശരഥ മഹാരാജാവിനോട് പുത്രനാക അവതാരത്തെ ചെയ്തലാവന്റെ അല്ലവാ ചൊല്ലി വന്നത് നാങ്കളോവന്റാൽ വാനുളോരനവരും വാനരങ്ങളായി കാനിനും മലയിലും കടിതടത്തിനും നാങ്കളോവന്റാൽ വാനരങ്ങളാകെ കൊണ്ട് അവതാരത്തെ ചെയ്യലാം മലയിലെയും സാനുപ്രദേശങ്ങളിലെയും അവതാരത്തെ ചെയ്ത് ഉമ്മുടയ തിരു അവതാരം എപ്പോഴുണ്ടാകും എന്ന് ചൊല്ലി നാങ്കൾ പാത്തു നിന്നുകൊള്ളലാ നാരായണ സ്വരൂപ നിങ്ങൾ അപ്പടി വാനരങ്ങളാക വരുമായിരുന്നാൽ ദശരഥ മഹാരാജ അവരുടെ പുത്രന്മാകളാക അവതാരത്തെ ചെയ്യലാമെന്റെ അല്ലവാ ചൊല്ലി വന്നത് വിരോധമില്ലേ എങ്ങൾക്ക് സന്തോഷമാണത് കേട്ടീരോ നാരായണ സ്വരൂപ അവതാരത്തെ എടുത്ത് വന്നു കൊള്ളുങ്ങൾ ദേവர்களே അതോ വാരീർ ഗുരുവേ വസിഷ്ഠാചാര്യരേ ഇതോ
இந்த சிம்ஹாசனத்தில் நின்றபடி இருந்தருள வேண்டும் குருவே. കൽപ്പനാനുസരണം ചെയ്തു കൊള്ളുകറേൻ ശിഷ്യനെ. കേളും അടിയൻ 60,000 குருவகை அடக்கிய உலகையோம்பினே பெரிதோரோ குறையிலை ஏற்பெண் வையகம் என்பதோர் മറുക്കമുണ്ടരോ. குருவே கேளும் ஆனால் அடியேன் என்றால் இக்ஷ்வா முதல் கொண்டிருக்க காரணம் முன்னே இருக்க கொண்ட ராஜாக்கന്മാர்கள் എല്ലാം ഏത് പ്രകാരം இந்த അയോധ്യ രാജ്യത്തെ പ്രജാവൃന്ദ പരിപാലനം ചെയ്തു വന്നതെன்று വരുമായിരുന്നാൽ അത് പ്രകാരം അതിലെ യാതൊരു താഴ്ചയാന കുറവും വരാമൽ അടിയേൻ 60,000 സംവത്സരക്കാലം പ്രജാവൃന്ദ പരിപാലനം നടത്തിന ഒരുവനാകിലും ഇതുകാല പര്യന്തം അടിയേനക്ക് ഒരു സന്തതി പോലും ഉത്ഭവിച്ചു പോനതില്ലേ. അടിയേനുടെ അഭാവകാലം இந்த അയോധ്യ രാജ്യം എന്നാൽ അരാജകത്വം അടയുമോ എന്നും പെരുതാന സങ്കടമാകിലും ആകയിനാൽ இந்த അയോധ്യ രാജ്യത്തെ ഭരിക്കത്തക്കതാക സന്തതി ഭാഗ്യത്തേക്ക് അടിയനെ അനുഗ്രഹിക്ക വേണ്ടും ഗുരുവേ. ഇതു മുന്നികഴ്ന്നതെല്ലാം എണ്ണീനേനിതയം തന്നിൽ മാതീരം പൊരുതത്തിണ്ടോൾ മന്നാ നീ വരുന്നലേഴ് പുതലം മുഴുതും കാക്കും പുതൽവരെ അഴിക്കും വേൾവി മുയലിനയ്യാ ചിന്തൈ നോയ് തീരുമിன்றி. വരായ് ശിഷ്യനെ ദശരഥ, നീ ഒരു കാലത്തിലെയും സങ്കടമടയ വേണ്ടാം. ഉനക്കോവന്റാൽ 60,000 സംവത്സരം രാജ്യം ഭരിച്ചും നിന്നുടെ അഭാവകാലത്തിൽ പുത്രന്മാർകളില്ലേ എങ്കുറ സങ്കടമാകിലും നീ യാതൊരുക്കും സങ്കടമടയ വേണമെന്നില്ലേ. കാരണം ഏതെന്ന് വരുമായിരുന്നാൽ നീ പുത്രശോകത്താൽ മരണമടയ വേണമെന്റെ ഉനക്ക് പ്രത്യേകമാക ഒരു ശാപമാനത് കിടച്ചു പോയിരിക്കുന്നതുണ്ട്. ஆனால் இப்போது ആലോചിക്ക വേണ്ടത് നമ്മളുടെ ശുഭസന്ദർഭമാകിലും അതിനാൽ നമുക്കൊരു കാര്യം ചെയ്യലാം. ഇവിടത്തിൽ പുത്രകാമേഷ്ടി എങ്കുറതാന ഒരു യാഗത്തെ നമുക്ക് തുടങ്ങ വേണം. ഒരു സംവത്സരം യാഗം ചെയ്ത് അവസാനമോ അവസാനമോ വെന്റാൽ നമുക്ക് രോമപദ രാജ്യത്തിൽ ചെന്നുകൊണ്ട് ഇവിടത്തിലുണ്ടാന കലക്കോട്ട് മഹർഷിയാനവരെ ഇവിടത്തിൽ കൊണ്ടുവരുമായിരുന്നാൽ അവർ വന്നുകൊണ്ട് അതിനുடைய പുരോഹിതനായി ഇരിക്കുമായിരുന്നാൽ പുത്രന്മാർ ജനിക്കും കേട്ടയോ ശിഷ്യനെ. ചെയ്തു കൊള്ളുവീൻ ഗുരുവേ. വരവരായ അക്ഷയോണി പടകളെ എല്ലാ പേരുകളും നിങ്ങൾ സൈന്യ സമയത്തിനാക രോമപദ രാജ്യത്തേക്ക് പ്രയാണം ചെയ്തു കൊള്ളുങ്ങൾ. സൈന്യങ്ങളെ നടനടോ നട നടനടോ നട നടനടോ നട നടനടോ നട. ഓഹോ, ദശരഥ മഹാരാജാവല്ലവോ വരുகிறது. അതിവേഗமாக சென்று അവരെ വരവേറ്റി കൊള്ളുകീൻ മനസ്സേ. ഞാൻ ചെയ്ത മാധവമോ യോ മാധവമോ യാദോ വെன்று ശരണമേ ശരണം ദശരഥ മഹാരാജൻ. தேவரீர் என்னுடைய இந்த ராஜ்யத்துக்கு எழுந்தருளான காரியத்தை ஆலோசிச்சால் யான் செய்ததான மகாபாகியம் தானோ, இந்த രാജ്യവാസികൾ ചെയ്തതാണ് മഹാഭാഗ്യം താനോ എഴുന്തതില്ലേ ഏതെന്റ് വന്നാലും ഉന്നുടെ ആഗമന ഉദ്ദേശം എന്നാ ദശരഥരാജൻ. അതോ രോമോദരാജൻ ഇതോ ഇവിടത്തിൽ അധിവസിക്കാൻ എന്റെ എന്താ കലക്കോട്ട് മഹർഷിയാനവരെ കൂട്ടിക്കൊണ്ടുപോകത്തക്കതാക വന്ന ഒരുവരാകിലും അതിശീഘ്രമാക അവരുകളെ അനുപ്പ വേണ്ടുമേ രോമോദരാജൻ. വിരോധമില്ലേ തേവരീർക്ക് അവൻ അയോധ്യക്ക് പോകലാം. അതിവേഗமாக രോമോദരാജ്യത്തിലുണ്ടായ இந்த കലക്കോട്ട് മഹർഷിയെ അനുപ്പി വെക്കറേ എന്റെ ശതരാജൻ. ശരണം ശരണം കലക്കോട്ട് മഹർഷിയെ തേവരീർ അയോധ്യയിലെ ചെന്ന് ഉത്തരാമേഷ്ടി എങ്കുതാന യാഗത്തെ മുടിത്ത് വേഗം വരവേണമേ കലക്കോട്ട് ഋഷിയെ. അപ്പടിയെ ചെയ്തു കൊള്ളുവീൻ രോമോദരാജൻ. അപ്പടിയെ ചെയ്തു കൊള്ളലാമോ നട നടനടോ
എന്നടാ ദശരഥ മഹാരാജാവോ വെന്റാൽ പുത്രകാമേഷ്ടി എങ്കുറതാന യാഗത്തെ തുടങ്ങിയിരിക്കുന്നത് വശിഷ്ടാചാര്യരാനവരോ വെന്റാൽ ഇരിക്കും കാലത്തിൽ ഉമ്മക്ക് പുത്രന്മാർകളില്ലേ എങ്കുർ സങ്കടത്തിക്ക് യാതൊരു അവകാശവുമില്ല ഏതെന്റെ വരുമായിരുന്നാലും ശരി അതിവേഗമാക്കൊണ്ട് പുത്രകാമേഷ്ടിയാനത് ഞാനും മനസ്സേ ശുക്ലാംബരധരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിജ്ഞോ ഇവിടത്തിലെ ഇരുന്നുകൊണ്ട് അതിവേഗമാകൊണ്ട് ഭൂതമാണ് ഞാൻ അവന്റെ ഒരു പായസം വേണ്ട മാനതയും എടുത്ത് അതിവേഗമാകൊണ്ട് കൊടുത്തു കൊടുക്കറേൻ മനസ്സേ അതിവേഗമാകൊണ്ട് இந்த யாகத்திலே இருந்து கொண்ட பூதமல்லவா பாயசம் கொண்டு வந்திருக்கிறது அதிவேகமாக யான் என்னுடைய അഗ്നിമാർകളൊക്കെ ഇതേ കൊടുത്തു കൊടുക്കറേൻ മുന്നமாக കൊണ്ട് കൗസല്യാദേവിയെ കണ്ടത് അർദ്ധഭാഗത്തെ അവർക്ക് കൊടുത്തു കൊടുക്കറേൻ പിറകെ കൈകേയി മാതാവുക്കും അർദ്ധഭാഗത്തെ കൊടുത്തു കൊടുക്കറേൻ ഓഹോ സുമിത്ര മാതാവുക്ക് കൊടുത്തതില്ലേ ഇല്ലേ ഓഹോ അതെ നാങ്കൾ ഭുജിച്ചതില്ലേ കണവാ ഇതോ നാങ്കൾ ഇതിലെ ഇരുന്ന് അർദ്ധാർത്ഥ ഭാഗം നാങ്കൾ രണ്ടുപേരും തന്നുകൊള്ളും അപ്പടിയാകട്ടെ ഓ സുമിത്ര മാതാവുക്ക് രണ്ടുപേരിടത്തിലും അർദ്ധാർത്ഥ ഭാഗം കിടച്ചതില്ലയോ അപ്പടിയില്ലേ ആനാൽ അതിവേഗமாக കൊണ്ട നാനും അരമനിൽ പോയി ഇരുന്ന് കൊള്ളുകറേ മനസ്സേ അതിവേഗமாக தாசி பெண்களை സമീപமாக வந்து கொள்ளுங்கள் ഓ ഇതോ നാങ്കൾ വന്നത് ഓ ஆனால் இந்த 3 ഭാര്യമാർക്കും ഗർഭലക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ എന്തെല്ലാം നിങ്ങൾ പാർവ ചെയ്തിരുന്നു കൊള്ളുങ്ങൾ മുന്നമുന്നமாக കൗസല്യ മാതാവെ പാർവ ചെയ്യും കാലത്തിൽ ഓഹോ ഗർഭലക്ഷണങ്ങളെല്ലാം കാണുകയുണ്ടോ ഒറ്റ ഞരമ്പുകളോട് ഇരിക്കുന്നത് അതുമല്ലാതെ പടി കണ്ണുകളെല്ലാം കറുത്തിരിക്കുന്നത് അല്ലയോ മുഖത്തൊക്കെ ഒരു പ്രസാദമെല്ലാം ഉണ്ടുമേ അല്ലയോ ഒരു സന്തോഷമുണ്ടല്ലയോ വയറെല്ലാം കാണുകയല്ലയോ ഗർഭം അല്ലയോ ഏതായാലും ഗർഭലക്ഷണമുണ്ടോ എന്നാൽ ഇത് നമുക്ക് ദശരഥ മഹാരാജാവ് തെരിയിക്ക വേണം എന്നാൽ ദശരഥ മഹാരാജാവ് പ്രത്യേകമായ കൽപ്പന കൂട്ടിയിരിക്കുന്നതുണ്ടും എന്താ 3 ഭാര്യമാരുകളൊക്കെ വേണ്ടിയതാണ് പ്രസവകാലത്തിൽ ഉണ്ടായിരിക്കാനിന്റെ എല്ലാ ശുശ്രൂഷകളെയും ചെയ്യ വേണം ദാസിപ്പണുകൾ അനേകமாக വന്നു കൊള്ളട്ടും കൂടാതെ പിടിക്ക് മരുത്തുക്കിഴവി മരുത്തുക്കിഴവി പ്രത്യേകമായി കൊണ്ട് കുലത്തിലുണ്ടായ കിഴവി പല പല കാര്യങ്ങളെ ചൊല്ലിയും അനുഭവങ്ങളായ കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്ക വേണം ഗർഭകാലത്ത് അനുഷ്ഠിക്ക വേണ്ടതാണ് കാര്യങ്ങളെല്ലാം ചെയ്യ വേണം 1 2 3 4 മാസമെല്ലാം മുടിഞ്ഞത് 5 6 7 മാസം പുളിയൂണ് ഇല്ലയോ പുളിയൂർ സദ്യക്ക് പല പല പുളികളെ എല്ലാം കൊണ്ടുവര വേണം ഇരുമ്പാം പുളിങ്ങ കൊടപ്പുളി ചപ്പങ്ങപ്പുളി കൊടപ്പുളി പലതരം പുളികളെല്ലാം അതെല്ലാം ഓരോ ഭാര്യമാരുകളൊക്കെ വേണ്ടതാണ് എല്ലാവർക്കും ഇഷ്ടമോ അതെല്ലാം കൊടുക്ക വേണം കൗസല്യ മാതാവുക്ക് കൊഞ്ചം പായസം കുടിക്കുക വേണം എന്റെ ആഗ്രഹം ഇല്ലയോ പിറകെ കൊഞ്ചം പുളി സമന്തി കഴിക്ക വേണം ഓരോരുത്തർക്കും ഓരോരോ വിധത്തിലുണ്ടാകാന ആഹാരങ്ങളെ ഓരോരുത്തർക്കും ഒവ്വൊരു ആശയിരിക്കും അത് ഇഷ്ടാനുസരണமாக കൊടുക്ക വേണം കൊടുക്കാവിട്ടാലേ കുളന്തകളൊക്കെ ചേട് പഴുക്കും ഓ 8 9 10 ഇല്ലയോ 9 10 ഭേദമില്ലേ ഓ അനാൽ ആനാ പ്രസൂതി കാലയത്തിൽ പ്രവേശിച്ചു കൊള്ളലാം 10-ാം മാസമായിരിക്കുന്നത് അയ്യോ അയ്യപ്പോ 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 അയ്യോ ഹരി ഗോവിന്ദ 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 ഓ എന്നാൽ കൈകേയി മാതാവുക്ക് ഗർഭമുണ്ടും പിന്നെ അയ്യപ്പോ 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 ഓ നല്ല തടിച്ചൊരു ആൺകുഴന്ത നല്ല കുഴന്ത സുമിത്ര മാതാവുക്ക് കൗസല്യ മാതാവുക്ക് സുമിത്ര മാതാവുക്ക് കൊഞ്ചം വയർ അയ്യപ്പോ 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 നല്ല അയ്യപ്പോ വയറൊഴിഞ്ഞിരിക്കുന്നതില്ലേ വയറൊഴിഞ്ഞതില്ലേ അപ്പോഴേക്കും എന്നെ വെളി വന്നിരിക്കുന്നത് ഓ അയ്യപ്പോ ഗോവിന്ദ ഗോവിന്ദ മഹാരാജാവിനിടത്തിൽ എന്റെ സന്തോഷ വാർത്ത ചൊല്ലണം ശരണം ശരണം രാജനേ 3 മാതാക്കളിക്ക് 4 ഉണ്ണിത്തമ്പുരാക്കൾ ജനിച്ചത് അതിനാൽ ഉങ്ങൾക്ക് വേണ്ടതാണ് സമ്മാനങ്ങൾ നന്ദികൊള്ളുകയും നിങ്ങൾ അതിവേഗം അതെ
കൊതുക് മുതലായിരിക്കാണ്ട് ചെറിയ പ്രാണികളും അതായത് അവർ ഉപദ്രവിക്കലാകാതെ ഇല്ല, 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 ഇല്ല. നല്ലവണ്ണം കുളന്തകളെ പാർത്ത് സമയത്ത് ഇരുന്ന് കൊള്ളുങ്കൾ അതിനാൽ ഞാൻ അതിവേഗമാകൊണ്ട് പുത്രന്മാരുടെ വസിഷ്ഠാചാര്യാന ഗുരുവോടുകൂടി പുത്രന്മാരെ കാണത്തക്കതാക അരമനയ്ക്ക് വന്നുകൊള്ളാം. ശരണം ശരണം ഗുരുഭൂതരെ അതിവേഗമാകാൻ നമുക്ക് പുത്രന്മാരെ ദർശിക്കത്തക്കതാക പോയിക്കൊള്ളാം. അതിനാല് ഓരോ ദാസിപ്പണങ്ങളെല്ലാം വന്ന് ഓരോ കുളന്തകളെ എടുത്ത് കാണിപ്പിക്ക വേണം. കൗസല്യ മാതാവിനുടെ കുളന്തയെ ഇതും എടുത്തുകൊള്ളുകറേ അപ്പടി അതാ അത് അതിവേഗമാക്കണ്ടേ. അയ്യോ നല്ല തടിച്ചൊരു ആൺകുളന്ത, നല്ല പുത്രൻ. നമുക്ക് ഇപ്പോ നാമകരണം ചെയ്യ വേണം. നാമകരണം ചെയ്യും. ഓ രമിപ്പിക്കും തന്മയുള്ളവൻ, ആരെയും ആകർഷിക്കത്തക്ക യോഗ്യതയോടുകൂടി രമിപ്പിക്കും തന്മയുള്ളവനാണ് രാമ രാമകുമാര രാമകുമാര. ആ കുളന്തേ ശരി ശരി ഒന്ന് ചിരിയപ്പാ. ഇതുകളെ കൊണ്ടുപോയി അതായത് സ്ഥലങ്ങളിൽ പോയി മാതാവിനുടെ കുളന്തൈ തടിച്ച ഒരാൺകുളന്തൈ. ആ നല്ല മകനെ അതെ ഇവൻ നല്ല ഭരണ നിപുണനാകിലും നല്ല ഭരതകുമാര ഭരതകുമാര ഭരതകുമാര. അനാൽ അതിവേഗമാകൊണ്ട് അവിടുത്തെ സുമിത്ര മാതാവിനുടെ കുളന്തൈ. അനാൽ ഇവനെ പാർക്കും കാലത്തിൽ നല്ല പുരുഷ ലക്ഷണങ്ങൾ 32 ലക്ഷണങ്ങൾ എല്ലാം ഉള്ളവനാകിലും ലക്ഷണാന്യുതൻ ലക്ഷ്മണൻ അല്ലയോ ലക്ഷ്മണൻ ലക്ഷ്മണൻ ലക്ഷ്മണ ലക്ഷ്മണകുമാര ലക്ഷ്മണകുമാര. എന്നാൽ സുമിത്രമാതാവിന്റെ രണ്ടാം കുളന്തൈ ശത്രുക്കളെ ജയിക്കത്തകുന്ന യോഗ്യതയോട് കൂടിനവൻ ശത്രുഘ്ന ശത്രുഘ്നകുമാര ശത്രുഘ്നകുമാര. നാമകരണമെല്ലാം ചെയ്തത് ഇനി നമുക്ക് വശിഷ്ഠാചാര്യ തേവര് ഇവർക്ക് വേണ്ടതാണ് കുളന്തകളെല്ലാം വളർന്ന് 5 വയസ്സ് തികഞ്ഞത്. ഇവർക്ക് വേണ്ടിയാണ് കല്യാണം മുതലായ ചടങ്ങുകളെല്ലാം കഴിച്ച് ഇവർക്ക് വേണ്ട ആനയേറ്റം കുതിരയേറ്റം വിദ്യാഭ്യാസങ്ങൾ എല്ലാ വിദ്യകളെയും നിന്തിനോടി പഠനം ചെയ്തു കൊടുക്ക വേണ്ടും. പടിയാകട്ടം നീലം ചെയ്തവമെൻ്റുണരി നൻ്റു നെടിയോയൻ നലം ചെയ്വിനയുണ്ടനു മൻ്റു നഗർയോൻ വലം ചെയ്തു വണങ്ക വിളി വന്ത വിധു മുന്തൻ ചെയ്തവമാമുനി വന്ത പടി കൂറായി. അതോ വാരീ വിശ്വാമിത്ര ഋഷി ഇതോ സിംഹാസനത്തിൽ ഇരുന്നരുള വേണ്ടും. ഋഷി തരാര സിംഹാസനത്തിൽ ഞാനിതോ ഇരുന്ന് കൊണ്ടേ എന്റെ സദരാജൻ നിലമായിരിക്കാൻ എന്റെ ഉമ്മയുടെ ആഗമന വിശേഷത്തെ പാർവ്വ ചെയ്യാൻ എന്റെ കാലത്തിൽ ഇന്ത അയോധ്യ രാജ്യത്തിൽ ഇക്ഷ്വാക് മുതൽ കൊണ്ടുള്ളതാണ് രാജാക്കന്മാർകൾ ചെയ്തു പോലെ തപസ്സിനുடைய പുണ്യബലം താനോ എന്തും തിരിയാതെ അതോ അടിയേൻ ഇത് കാലപര്യന്തം ചെയ്തു പോലെ പുണ്യ തപസ്സിനുடைய ഫലം താനോ എന്തും തിരിയാതെ ഉമ്മേ നമസ്കാരത്തെയും ചെയ്ത് പാദത്തിൽ വണങ്ങത്തക്കതാനെ കിടച്ച പെരിയ ഭാഗ്യം എൻ്റെ തഞ്ചൊല്ല വേണം. ഏതെന്റെ പരമായിരുന്നാലും ഉമ്മുടെ ആഗമന വിശേഷം എന്നാവെന്റ് തരുന്നതില്ല ഈ ഋഷി. ദശരഥ കേള് കേള് ഞാൻ എന്നുടെ സിദ്ധാശ്രമത്തിൽ അമാവാസി തോറും യാഗത്തെ നടത്തി വരെ കൂടിന ഒരുവനായാലും അന്ത യാഗത്തെ ആരംഭിക്കും കാലത്തിൽ എൻ്റെ ആൾ ദുഷ്ടകോടികളായ സുഭാഗവും 2 വെള്ളം സൈന്യങ്ങളും വന്ന് യാഗത്തെ മുടക്കി വരപ്പെട്ട പേരുകളായാലും ഇതുകാല പര്യന്തം അന്ത യാഗം പരിപൂർണമാനതില്ലേ. അപ്പടി സങ്കടത്തിൽ ഉൾപ്പെട്ട കാലത്തിലായാലും ആനാൽ ഇന്ത ദശരഥ മഹാരാജാവാന ഉനക്ക് 4 സന്തതികൾ ജനിച്ചതുണ്ടെന്ന് തെരിഞ്ഞു പോന ഒരുവനായാലും അന്ത 4 സന്തതികളുമായിട്ട് മുതുകുമാരനായിരിക്കുന്ന രാമകുമാരനെ യാഗരക്ഷാർത്ഥം അനുപ്പിത്തര വേണ്ടും ദശരഥരാജൻ. ശരണമേ ശരണം കോശികഷിയെ ഉന്നുடைய യാഗത്തെ നിറവേറ്റത്തക്കതാകൊണ്ട് എന്നുடைய കുമാരനാണ് ശ്രീരാമനെ അനുപ്പവേണമെന്തോ ചൊല്ലുന്നത്. അവൻ ചെറു കുളന്തയാകിലും ബാലനാകിലും ഇവിടെ യാഗരക്ഷ ചെയ്യത്തക്കതാക ഞാനേ വന്ന് നിറവേറ്റലാം ഗുരുവേ. രാമകുമാരനെ അനുപ്പെടുന്നില്ലയോ കറുത്ത മാമുനി കരുത്തയുന്നിനെ പുകன்றോ നന്മകൾ വരായ് ഗുരുവേ വരായ് ദേവരെ ഒരു കാലത്തിലെ സങ്കടമടയ വേണ്ടാം.
വരാ ശരണമേ ശരണം ദശരഥരാജൻ. ഏതേത് ഗുരുവേ? വിശ്വാമിത്ര മഹർഷിയാണ് അവരുടെ ക്രോധത്തെ കുറിത്തുകൊണ്ട് തേവരീരെ കൊന്നും തിരിയാതോ. അയ്യോ, അപ്പടി തേവരീരോ വെന്റാൽ രാമനാലയ വെന്റാൽ അവരുടെ യാഗം മാത്രം നിറവേറുന്നതാണ് ആവശ്യമല്ലേ. ലോകത്തിൽ പല പലതായിരിക്കാനെന്റെ കാര്യങ്ങൾ ഉന്നുടെ കുമാരനാണ് രാമകുമാരനാൽ നിറവേറിന് വേണ്ടിതാണ് അവസ്ഥയാകിലും അതിനാൽ രാമകുമാരനെ യാതൊരു ശങ്കയടയാമൽ മുനിയോടുകൂടി അരുപ്പ വേണമേ ദശരഥരാജൻ. അപ്പടിയാകട്ടം ഗുരുവേ. വരായി രാമകുമാര വേഗം മഹർഷിയോടുകൂടി പൊയ്ക്കൊള്ള. പാർക്കും കാലത്തിൽ രാമകുമാരനോടുകൂടി ലക്ഷ്മണനും വന്നത്. എന്നാൽ വരായി വിശ്വാമിത്ര മഹർഷിയെ ദശരഥരാജൻ ഇവരുടെ മാതാവും പിതാവും ഗുരുവും ദൈവവും ദേവരീരാകിലും ഉമ്മയാൻ ഇവിടത്തിലെ ഇരുന്നു കൊണ്ട് വരമേൽപ്പിച്ചുകൊണ്ടേ നീ എന്റെ യാതൊന്നും സങ്കടമടയലാകാതെ ഏത് പ്രകാരം നമ്മുടെ കുമാരന്മാർകളെ എന്നിടത്തിൽ നീ വരമേൽപ്പിച്ചതുണ്ടോ അത് പ്രകാരം നാനും മുന്നിടത്തിൽ ഭരമേൽച്ചു കൊള്ളുകേൻ. എന്റെ കുമാരന്മാർകളെയും കൂട്ടി ഞാൻ എന്റെ സിദ്ധാശ്രമത്തേക്ക് പ്രയാണം ചെയ്തു കൊള്ളുവേൻ ദശരഥരാജൻ. നടാ നട നടൂ നടാ നട നടൂ നടാ നട നടൂ രാമകുമാര ശരണം ശ്രീ. ഇതോ കാണാനിന്റെ വനമോവന്റാൽ പാലവനം പാലവനമാകിലും അതാകിലും ഇവിടത്തിൽ അത്യുഷ്ണമാകെ കൊണ്ട് കണ്ടുപോനത് ഉങ്ങൾക്കോവന്റാൽ വിശപ്പ് ദാഹം മുതലാണതുകൾ ഒന്നും ഇല്ലാമലിരിക്കത്തക്കതാക ബലയന്റും അതിബലയന്റും ഇരണ്ട് മന്ത്രങ്ങളെ നമ്മുടെ കർണങ്ങളിൽ ഉപദേശത്തെ ചെയ്തു കൊള്ളലാം കുമാരന്മാർകളെ. പാരും പാരും പാർവേ ചെയ്യാൻ ഇന്റെ കാലത്തിലോ ഇന്ത വനമധ്യത്തിലുണ്ടാൽ അനേകം അസ്ഥിവഞ്ചനങ്ങളല്ലവ കണ്ടുപോകുന്നത്. ഇപ്പടി അസ്ഥികൾ കാണത്തക്കതാക വല്ല കാരണമുണ്ടോ ഋഷി? കുമാരന്മാർകളെ ഇവിടത്തിൽ ദുഷ്ടസ്ത്രീയാണ് താടക എങ്കുറുതാന ഒരു സ്ത്രീയുണ്ട്. അവളോ വെന്റാൽ അനേകം പേർകളെ പിടിച്ചു ഭക്ഷിക്കാനുണ്ട് ഒരു വിയാകിലും. അതിനാൽ എന്നെയും അവൾ ഭക്ഷിക്കും. എന്നാൽ എന്നെ ഭക്ഷിക്കാമിരിക്ക കാരണമേതന്റെ വന്നാൽ എന്നുടേ അസ്ഥി മാത്രം താൻ ബാക്കിയിരിക്കുന്നത്. അതിനാൽ എന്നെ ഭക്ഷിക്കാമിരിക്കുന്നതാകിലും അവൾ ഭക്ഷിച്ചതാണ് അന്ത അസ്ഥി കൂടങ്ങളാകിലും ഇത് കുഞ്ഞു പോലെ കാണുകൃതകാരീർ കുമാരൻ. ഋഷിയെ അപ്പേർപ്പെട്ടതാണ് എന്ന ദുഷ്ട സ്ത്രീയെ കാണത്തക്കതാക വല്ല മാർഗമുണ്ടോ ഋഷി? രാമകുമാര നീ ശിരധ്വനി ചെയ്താൽ കാണലാം കേട്ടയോ കുമാര. ஆனால் எப்படி சிலது இருந்து கொள்கிறேன். ஹட 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 ஸ்மோபை கடக்கரும் வலத்தரது காவலதியாவும் கடக்கரி சருத்துவன நிச்சுவை கடக்கும் வரவராய் மனசே. இந்த வனத்தில் യാതൊരു ശരീരങ്ങളെയും இந்த മാർഗത്തിൽ കൂടി പോക കൂടിന ഒരുവനല്ലേ. ഏതൊരു ശരീരം വരുമായിരുന്നാലും അവരെ എല്ലാം നിഗ്രഹം ചെയ്തു കൊള്ളുവേൻ മനസ്സേ. മുന്നമാകൊണ്ട് ഇവൾ വിഷത്തെ എല്ലാം മുഴക്കി വന്നിരിക്കുന്നത് അതിവേഗമാകൊണ്ട് വിഷത്തെ എല്ലാം ഭേദം ചെയ്തു കുറേൻ. എടാ എടാ സ്വാപ്പൈ വരവരായ് ഗുരുവേ ഇതോ இந்த സ്ത്രീയെ വധിക്കലാമോ ഗുരുവേ? രാഘവാനി ശങ്കിക്കലാകാതെ ദുഷ്ട സ്ത്രീയാകിലും ഉടനെ ബാണം തൊടുത്ത് അവളെ നിഗ്രഹം ചെയ്തു കൊള്ള രാഘവ. ആകട്ടെ ഇവിടെ നട് മാർബക്കേക ബാണം തൊടുത്തു കുറേൻ. ഹടാ ഹടാ ഗോവിന്ദ ഗോവിന്ദ. ആനാലിനി ഇവിടം വിട്ട് നമുക്ക് തെമ്പാൽ പ്രയാണം ചെയ്തു കൊള്ളൂ രാഘവ. നട നടൂ നട നട നടൂ നട. ഇവിടത്തിൽ സിദ്ധാശ്രമം എത്തിച്ചേർന്നത്. ഇവിടത്തിൽ ഞാൻ യാഗത്തെ അതിവേഗമാകെ തുടങ്ങത്തക്കതാ ഉദ്യമിച്ചു കൊള്ളുകേൻ രാമകുമാര. ശത്രുക്കളെ ഏതു മാർഗമാകെ വരുമെന്ന് കേൾക്കും കാലത്തിൽ മഹർഷിയാനവരോ വന്നാൽ ഒന്നും പേശാമലല്ലയോ നിന്റെ പോന്നത്. അതിവേഗമാകെ കൊണ്ട് ഞാൻ യാഗത്തെയാക ചെയ്തോളൂറേൻ മനസ്സേ. എടാ മാരീച സുബാഹു ഇതോ അന്ത കൃഷിയാനവർ യാഗം തുടങ്ങിയിരിക്കുന്നത്. വിശ്വാമിത്രൻ യാഗം നടത്തുന്നതോ? എല്ലാം ഇപ്പോൾ അശുദ്ധി
ചെയ്യത്തക്കതാക ആ. മലമൂത്ര വിസർജനം ചെയ്തു കൊള്ളുവേ. എടാ തമ്പി പാരുവാരെ അതോ ആകാശമാർഗ രാക്ഷസന്മാർഗ ബന്ധുകൊണ്ട് യാഗത്തെ അശുദ്ധി ചെയ്യുന്നത് ശരകൂടം കെട്ടി തടുത്തുകൊള്ളേ തമ്പി. സഭൈ, 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 സഭൈ. ഓഹോ അനാൽ സുബാഹുവേയും ഇരുണ്ട് വെള്ളം പടകളെയും നിരത്തി ചെയ്തുകൊള്ളാ സ്വപ്പൈ 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 സ്വപ്പൈ. അനാൽ ഭൂമി മാർഗമാകൊണ്ട് മാരീചൻ വരുന്നത് അതിവേഗമാകൊണ്ട് നമുക്ക് എന്താ മാരീചയുടെ നടുമാറുവൊക്കെ ഏകബാണം തൊടുത്തുള്ളവരേ എടാ എടാ സ്വപ്പൈ. ഓഹോ രാമബാണമല്ലയോ വരുന്നത് അതിവേഗமாக ഓടി ഒളിച്ചുള്ളവരേൻ മനസ്സേ. ഓഹോ സാഗരത്തിൽ ചെന്റെ ഒരു പശുവിന്റെ രൂപമെടുത്ത് മുങ്ങിക്കൊള്ളുവരേ എവിടെ പോനാലും രാമബാണം പിടിക്കുന്നതില്ല രാമനെ അഭയം പ്രാപിച്ചുള്ളവരേൻ മനസ്സേ. ശരണമേ ശരണം സ്വാമി. അഭയം അഭയം അർത്ഥോഹം അനാഥോഹം രക്ഷരക്ഷേതി രാമചന്ദ്ര സ്വാമി. ആരാകിലും ഞാനോ അവൻ്റാൽ മാരീചൻ എന്റെ രാക്ഷസനാകിലും അഭയം തര വേണമേ. മാരീച ഇനിമേ നീ മായമെടുത്തു വരുമായിരുന്നാൽ ഉനക്ക് മരണം ശരണമാകിലും. ஆனால் ഉന്നെ ഞാനിപ്പോൾ രക്ഷയെ ചെയ്തു പോന്നത് നീ എന്താലും യഥാർത്ഥ വനത്തേക്ക് പോയിക്കൊള്ളേ. ചന്ദവനത്തിൽ പോയി തപസ് ചെയ്തു കൊള്ളേ മാരീച. മഹർഷിയാനവരോവന്റെ യാഗത്തെ നിറവേറ്റി മുടിഞ്ചത് അതിനാൽ ഇനി നമുക്ക് അതിവേഗമാകൊണ്ട് രാമകുമാര ഉങ്ങൾക്ക് യാനോവന്റെ എന്റെ കരത്തിലുണ്ടായിരിക്കാനിന്റെ വില്ലുകളെയും ശരങ്ങളെയും എല്ലാം തന്നുകൊള്ളുക എല്ലാം உங்களுக்கு ഉപകാരപ്രദமாக വന്നുകൊള്ളും മക്കളെ. യാഗം നിറവേറുന്നതിന് വന്നാലും ശരി ഒരു കാലത്തിൽ അയോധ്യയിൽ മടങ്ങി പോക വേണ്ടതില്ല. നമുക്കിനി മിഥിലയിൽ വിൽവേൾവിയുണ്ട് അത് കാണത്തക്കതാക പോകലാം രാമകുമാര. പാർവതീജൻ കാലത്തിൽ അതോ കാണുക മിഥിലയെ കാണുന്നത് ഒരു മുനിയല്ലവാ രണ്ട് കുമാരന്മാരോട് വന്നിരിക്കുന്നത് ശരണമേ ശരണം കോശി കൃഷിയെ. അതോ ജനകരാജൻ കുമാരന്മാர்கள் ആരാകിലും தெரிந்தால் குற்றமில்லையே கிருஷியே. கேளமாயன் புதல்வன் தசரதனை அறியாதாரில்லையவன் பயின்ற குல குமரறிவர் தமையுள்ள பரிசெல்லா நயந்துரைத்து கரையேற நான் முகற்கம் மரிதாமல் எந்து வைத்த கடைத்தலையான் யான் அறிந்த படிகளா. ജനകരാജനെ കേളം അയോധ്യ രാജ്യത്തിൽ എന്താൽ ദശരഥ മഹാരാജാവുക്കെന്താൽ അകാല സന്തതികളാകെ ജനിക്കൂടുതാന രാമഭരത ലക്ഷ്മണ ശത്രുഘ്നൻ என்று 4 சந்ததிகளாகிலும் அந்த சந்ததிகளிலே வைத்து இந்த முதுகுமாரனாயிருக்கிற ராமகுமாரனும் 3ஆம் சந்ததியாயிருக்கிற ലക്ഷ്മണനുമാകിലും എന്നുடைய യാഗത്തെ രക്ഷയെ ചെയ്തു പോന ഒരുവനാകിലും അകലിയാനുടെ ശാപത്തെയും തീർത്തു പോന ഒരുവിയുമാകിലും ആകയിനാൽ ഇവിടത്തിൽ വിൽവേൾവി നടക്കരുതുണ്ടോ എന്റെ പ്രസിദ്ധത്തെ കേട്ടുപോന ഒരുവരാകിലും அந்த വിൽവേൾവിയെ കാണത്തക്കതാക വന്ന ഒരുവർ കേട്ടയോ ജനകരാജൻ. എത്തിനെയോ പേറുകൾ വില്ലെ കണ്ടു മടങ്ങി പോണതല്ലാതെ വടിക്ക് സീതയെ സ്വയംവരം അതാവത് സീതയ്ക്ക് ഇഷ്ടമുള്ളവനാളെ വിവാഹം ചെയ്യലാം. എന്നാൽ വില്ലെ മുറിക്ക് വേണം ഒരു നിബന്ധന മാത്രം താൻ ബാക്കിയിരിക്കുന്നത്. എന്നാൽ വില്ലെ മുറിക്കത്തക്കതാക ഒരുവരും സാധ്യമാക വന്നതില്ല. ഓഹോ இந்த കുമാരൻ രാമകുമാരൻ മുറിക്ക് വേണ്ടി വരുമായിരുന്നാൽ സീതയുടെ സങ്കടത്തെയും തീർന്നു പോകും. എന്നാൽ അപ്പടി ആകട്ടെ വേണ്ടി നാനും പ്രാർത്ഥിച്ചു കൊള്ളുകേൻ. 60,000 കിങ്കില്യന്മാர்களே അതോ அந்த ത്രയംബകം വില്ലുണ്ടോ അത് എല്ലാ പേരുകളും ചുമന്ന് സദസ്സിൽ കൊണ്ടുവന്ന് വെക്ക വേണം. അപ്പടി ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം ഹൈ ഹോം. ഓഹോ വിരോധമില്ലേ. ഓഹോ രാമകുമാരനാകിയ യാനോവന്റാൽ മുന്നമുന്നമാകൊണ്ട് ഗുരുവിനുടെ പാദത്തെ നമസ്കാരത്തെ ചെയ്ത് പിതാവയെ എല്ലാം എന്നുடைய മനസ്സാ സ്മരിച്ച് ഗുരുപൂതന്മാர்களെയും സ്മരിച്ച് ഉപാസനാമൂർത്തിയെയും സ്മരിച്ച് അതിവേഗமாக ഞാൻ വില്ലേ ഇതോ എടുത്ത് പറഞ്ഞു തൊഴുകേൻ മുണ്ടി പ്രതീക്ഷ വന്നു തൊഴുകേൻ. ഓഹോ അതിവേഗமாக വില്ലേ എടുത്ത് കണ്ടിക്ക് പറ്റി പാത്തു എടാ എടാ സപ്പൈ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഓ വരവരായി
മനസ്സേ കൃഷിയെ ആഹാ. ഓഹോ എന്നുடைய മകളാണ് സീതാകുമാരിനുடைய സ്വയംവരം നടക്കപ്പോൾ സന്ദർഭമാകിലും സന്തോഷമാണത് നമുക്കിനി അന്യവാകലും അടുത്ത് ചെയ്യ വേണ്ടതാണ് കാര്യങ്ങൾ ഇവരുടെ മാതാപിതാക്കളെ തെരിയിക്ക വേണം ബാക്കിയുണ്ടാകുന്ന കാര്യങ്ങൾ ഏർപ്പാടുകളെ ചെയ്യ വേണം നഗരങ്ങളെല്ലാം അലങ്കരിക്ക വേണം നാളെ സീതാ സ്വയംവരം അലങ്കരിക്ക വേണം അതൊക്കെ മുന്നേ ഒരു തൂതുവനെ അതിവേഗமாக ഇവിടത്തിൽ വരവഴച്ച് പത്രത്തെ എഴുതി ഒരു കടിതം അയോധ്യ രാജ്യത്തേക്ക് അനുപ്പ വേണ്ടും അപ്പടി എല്ലാ പേരുകളും അയോധ്യയിലിരുന്ന് ശരണം ശരണം ദശരഥരാജൻ കടിതമാണിത് വാർഷിച്ച് പാർക്കും കാലത്തിൽ രാമകുമാരൻ യാഗത്തെ നിറവേറ്റുന്നത് അതുമല്ലാതെ അവിടേക്ക് മിഥിലയിലെ ചെന്റെ വില്ല് മുറിച്ചത് എല്ലാ പേരും അടുത്ത് വരവണമെന്റായാലും കൽപ്പന പോകലാമല്ലയോ ഓ അപ്പടി എല്ലാ പേരുകൾക്കും സുമിത്ര എല്ലാ പേരുകൾക്കും തുറക്കപ്പെടാതെ ജാതരംഗ സൈന്യങ്ങൾ എല്ലാം പുറപ്പെട്ടുകൊള്ളുങ്ങൾ നടന്നടോ എല്ലാ പേരും എത്തിച്ചേർന്നത് അനാൽ ദശരഥരാജൻ അനാൽ എന്നോട് തമ്പിയാണ് കുശധ്വജനക്ക് 3 പുത്രന്മാരുണ്ട് ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി ഉണ്ടാകിലുമേ നമ്മുടെ 4 പുത്രന്മാർക്കും ஆனால் இந்த 4 സ്ത്രീകളെ വിവാഹം ചെയ്യലാമെന്താകിലും അത് യാതൊരു വിരോധമില്ലേ ജാതക പരിശോധന നടത്തി ജാതക പരിശോധന ശരിയാകുമെന്ന് വന്നാൽ 4 കുമാരന്മാർക്കും വിവാഹം നടത്തി കൊള്ളലാം ഭരതകുമാരനൊക്കെ മാണ്ഡവി അല്ലയോ ജാതക പരിശോധനയെല്ലാം ജാതകമെല്ലാം ഒത്തു ചേർന്നിരിക്കണം അപ്പൊ ശുഭമുഹൂർത്തത്തിൽ അവർക്ക് വിവാഹം നടത്തി വിടല അപ്പടി മുന്നമാക്കൊണ്ട സീത അവരെ വരവഴിച്ചു കൊണ്ടുവരലാം അപ്പടി ശ്രീരാമകുമാരനാനവനെയും വിവേകമാകെ കൊണ്ട് കല്യാണ മണ്ഡപത്തിൽ മുന്നമാകെ പൂജകളെല്ലാം തുടങ്ങിയിരിക്കുന്നത് ശുക്ലാംബരധരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിജ്ഞോ കല്യാണം മംഗളം ശുഭം കല്യാണം മംഗളം ശുഭം കല്യാണം മംഗളം ശുഭം കല്യാണം മംഗള ശുഭം അനാദിവേഗമാക്കൊണ്ട് അമ്മി മുതിർത്തി അരുന്ധതി നക്ഷത്രത്തെ പാർത്ത് മണവറയിൽ ചെണ്ടിരിക്കട്ടും അപ്പടി ഇനി അടുത്തത് ഭരതകുമാരനെ കൊണ്ടുവരകുമാരനേക്ക് മാണ്ഡവിയാനവളെയും കൂട്ടിക്കൊണ്ടുവരലാം അപ്പടി അനാൽ ഇതോ വന്നു ചേർന്നതല്ലയോ അതിവേഗമാക്കൊണ്ട് മാണ്ഡവിയാനവൾ എത്തിച്ചേർന്നത് കല്യാണം മംഗളം ശുഭം കല്യാണം മംഗളം ശുഭം കല്യാണം മംഗളം ശുഭം കല്യാണം മംഗളം ശുഭം ഇവர்களுം ദമ്പതി സമേതന്മാർകളാകെ അമ്മി മുതിർത്തി അരുന്ധതി നക്ഷത്രത്തെയും വാർത്ത് ஆனால் മണവറയിൽ ചെണ്ടിരിക്കട്ടും അപ്പടി ലക്ഷ്മണകുമാരനെ കൊണ്ടുവര വേണം അതിവേഗமாக ഊർമിള അപ്പടി ശുഭമുഹൂർത്തത്തിൽ അവർക്കും വിവാഹം നടത്തിക്കൊള്ളലാം കല്യാണം മംഗളം കല്യാണം മംഗളം കല്യാണം മംഗളം ശുഭം അതിനാൽ ഇവர்களுം അമ്മി മുതിർത്ത് അരുന്ധതി നക്ഷത്രത്തെയും പാർത്ത് അതിനാൽ ശുഭമുഹൂർത്തത്തിൽ മണവറയിൽ ചെണ്ടിരിക്കട്ടും ഇനി ശത്രുഘ്നകുമാരൻ അവനക്കും இந்த ശുഭമുഹൂർത്തത്തിൽ സുതകീർത്തി വിവാഹം ചെയ്തു കൊടുക്കലാം കല്യാണം മംഗളം ശുഭം കല്യാണം മംഗളം ശുഭം കല്യാണം മംഗളം ശുഭം இந்த தம்பதி இவர்களும் தம்பதி சமேதன்மார்களாக அம்மி முதித்து அருந்தி நட்சத்திரத்தை സുഖീ ഭവാൻ ആയുഷ്മാൻ ഭവാൻ അതിവേഗമാക്കൊണ്ട മാതാപിതാക്കളെ എല്ലാം നമസ്കരിച്ച് ഗുരുഭൂതന്മാർകളെയും നമസ്കരിച്ച് പെരിതാൻ എല്ലാ പേരും നമസ്കരിച്ച് ദക്ഷിണകളെല്ലാം കൊടുത്ത് കൊഞ്ചം നാൾ ഇത് സുഖമായി ഇരുന്ന് കൊള്ളലാം കുമാരന്മാർകളെ എല്ലാം പ്രവേശിച്ച് സുഖമായിരുന്നത് എന്നാൽ ഇനി നമുക്ക് ഇവിടത്തിലെ ഇരുന്ന് കൊണ്ട് എല്ലാ പേരുകളൊക്കെ കൊഞ്ച നാളെല്ലാം കഴിച്ചത് അയോധ്യയിൽ അതിവേഗமாக ചെല്ല വേണം ജനക മഹാരാജാവാണ് നാങ്കളും ഉങ്ങളോട് കൂടി കൊഞ്ചം ദൂരം എഴുന്നേരുള്ളതാം അല്ലയോ വേണ്ടതായിരിക്കാനിന്റെ ശ്രീധരങ്ങളെല്ലാം കൊടുത്ത് സന്തോഷമാകെ ബ്രാഹ്മണർക്ക് ദക്ഷിണയും മുതലായ അന്നദാനങ്ങളെല്ലാം ഗോദാനം വസ്ത്രദാനം ഭൂദാനം എല്ലാം സന്തോഷ ചിത്തന്മാர்களாக കൊഞ്ച നാൾ ഇവിടത്തിൽ അധിവാസം ചെയ്യലാം നമുക്കിനി ഇവിടത്തിലെ ഇരുന്ന് കൊണ്ട് അതിവേഗം പ്രയാണം ചെയ്തു കൊള്ളലാം നടന്നടോ നടാ ഗുരുവേ വസിഷ്ഠാചാര്യരേ ഇതോ
നമ്മൾ മിഥിലാരാജ്യത്തിലെ ഇരുന്ന് അയോധ്യയ്ക്ക് പ്രയാണം ചെയ്യും കാലത്തിൽ ഒരു കാകം വിടമാകും മയിൽ ബലമാകും പോന്നത് ഇതിയുടെ ലക്ഷണം എന്നാ ഗുരുവീ? കാകൻ ഇടമാക വരുമായിരുന്നാൽ ഒരു ശത്രു ഉടനെ വന്നു ചേരും എന്താകിലും. മയിൽ വലമാക വന്നു പോണപടിയിനാൽ ശത്രു മിത്രമാക ഭവിക്കും എന്താകിലും കേട്ടീരോ ദശരഥരാജൻ. ஆனால் നമുക്ക് സംഖ്യടയ വേണ്ട, യാത്ര തുടരലാം. ദശരഥരാജൻ ശരണമേ ശരണം ഗുരുവീ. അവമന്നവൻ യാനേ ഉന്നെ ആരാധனை புரிவே. புவனம் முழுதும் வென்றொரு முனிவாய் அருள் புரிவாய். சிவனம் மயனரியம் மலர் சிறுமானிடர்மலியான் வனம் மனதுயரம் உலகபயம் முனி ஐயா. அபயம் 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 പരശുരാമരേ. അയ്യോ നിന്ദ്രവടിയാലവരെന്നാൽ ഇന്ത രാമകുമാരനിടത്തിൽ യാതൊന്നും കോപിക്കലാകാതെ അതിനാൽ ചെറുപരുവകാലമാകിലും അവരിടത്തിൽ നിന്ദ്രപടി കോപിക്കലാകാതെ പരശുരാമരേ. தசரதா நீ என்னுடைய பாதத்தை கடந்து பிடிக்கிறாயே, அதிசீக்கிரமாக கொண்ட யான் ராமன் புரோபாகத்துக்கு போய்கொள்கிறேன் மனசே. രാമനന്തുരയ്ക്കും നാമം എനക്കണ്ടി മറ്റുമിന്ത வரவராய் ராமா. இதோ நீயோ வென்றால் மிதிலா ராஜ்யத்தில் இருந்த வில்லானதையும் கண்டனம் செய்த இதே மார்க்கம் வழி வரப்பட்டதான நீ யாராகிலும் உனக்கு ராமன் ராமன் என்றுண்டான நாமதேயமோ வென்றால் அகழைக்கத்தக்கதாக யாதொரு அதிகாரமும் இல்லவே இல்லை இல்ல. ஆயினா இதோ பரசுராமராகிய என்னோட கரத்தில் உண்டான வில்லை உமக்கு கண்டனம் செய்யத்தக்கதாக முடியுமோ ராமா? രാമനന്തുരയ്ക്കും നാമം എനക്കണ്ടി മറ്റുമിന്ത തരാതലം തന്നിലുണ്ടോ തന്നെ പരശുരാമരേ ദേവരീരോവന്റാൽ എന്നിടത്തിൽ പല പല കേൾവികളെല്ലാം കേട്ടു പോണത്. താടകை കൊണ്ടതാൻ ഒരുവനാകിലും രാമൻ സ്ത്രീവധം ചെയ്യലാകാതെ ചൊല്ലുറായി. ഞാൻ അവന്റെ എന്നോട് മാതാവിന് ഗൃഹത്തെ ചെയ്തതില്ല. തേവരിൽ ഉന്നുടയെ മാതാവായിരിക്കാൻ എന്റെ രേണുകാദേവിയെ തേവരിൽ കൊണ്ടവനാകിലും ഭീഷകേശങ്ങളെ വെച്ചിരുന്നതിനാൽ രാമനാകുറതില്ല. അതിനാൽ ഞാൻ ഇവിടത്തെ എന്നവാകലും ചെയ്യ വേണ്ടിയത് കൊല്ല വേണമേ പരശുരാമരേ. കരത്തിലുണ്ടായിരിക്കാൻ എന്റെ വില്ലേ ഖണ്ഡനം ചെയ്യാൻ മുടിയുമോ രാമാ? ഓ ഇതേ വാങ്ങി ഞാൻ അതിവേഗമാകെ കൊണ്ട് എന്നുടേ ഗുരുക്കന്മാർകളെ എല്ലാം സ്മരിച്ച് ഇതേ ഞാനിതോ വലിച്ചു ഖണ്ഡനം ചെയ്തു. എടാ എടാ സ്വാപ്പൈ ശരണമേ ശരണം രാമ. ഇതോ വാനായനുടെ ബലയന്റെ മതിബലയന്റെ രണ്ട് ഭാഗ്യത്തെ ഇതോ ഇത് വില്ല കീടാകെ തന്നുകൊള്ളുകേൻ. അടിയൻ മാകേഷ്മപുരിക്ക് തപസ്സയ്ക്ക് പോകട്ടുമോ? നമ്മുടെ കരത്തിലെ രണ്ട് കലകളെയും വാങ്ങി എലികളെല്ലാം വാങ്ങി ഉമ്മയെ അതിവേഗമാക്കൊണ്ട് തപസ് ചെയ്യത്തക്ക അനുപ്പിക്കൊള്ളുകേൻ. അതിനാൽ ഇനി അതിവേഗമാക പരശുരാമരെങ്കി പരശുരാമൻ ബന്ധമാർഗേണ പോയി വിട്ടത്. നമുക്ക് അയോധ്യക്ക് പോവും പിതാവേ. നട നടോ നട